ഇന്ന് ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് കണക്ഷൻലെസ് സർവീസ്. TCP/IPയിൽ കണക്ഷൻലെസ് സർവീസ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നാണ് ഇന്ന് പ്രധാനമായും ഈ സെഷനിലൂടെ ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. പാക്കറ്റുകളെ അല്ലെങ്കിൽ ഡാറ്റാഗ്രാമുകളെ സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യുവാൻ പ്രധാനമായും രണ്ട് തരത്തിലുള്ള സർവീസുകളാണ് TCP/IP പ്രയോജനപ്പെടുത്തുന്നത്. ഒന്നാമത്തേത് കണക്ഷൻലെസ്, രണ്ടാമത്തേത് കണക്ഷൻ ഓറിയന്റഡ്. സൂചിപ്പിച്ചുവല്ലോ, ഈ സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കണക്ഷൻലെസ് സർവീസ് ആണ്. കണക്ഷൻ ഓറിയന്റഡ് സർവീസിനെ കുറിച്ച് മറ്റൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അടുത്തതായി കണക്ഷൻലെസ് സർവീസസ്. ഇന്റർനെറ്റിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ നെറ്റ്വർക്ക് ലെയർ പ്രധാനമായും പ്രൊവൈഡ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരുന്നത് കണക്ഷൻലെസ് സർവീസുകൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഇന്ന് കണക്ഷൻ ഓറിയന്റഡ് സർവീസുകളും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കണക്ഷൻലെസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കണക്ഷൻ ഓറിയന്റഡ് സർവീസ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇനിഷ്യൽ സെറ്റപ്പ് ഓപ്പറേഷൻസ് വേണ്ട എന്നുള്ളത്. അതായത് ഇനിഷ്യൽ സെറ്റപ്പിന്റെ ആവശ്യമില്ല എന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇനിഷ്യൽ സെറ്റപ്പ് എന്താണ് എന്നും അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും കണക്ഷൻ ഓറിയന്റഡ് സർവീസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓരോ പാക്കറ്റുകളും അല്ലെങ്കിൽ ഡാറ്റാഗ്രാമുകളും ഇൻഡിപെൻഡന്റ് ആയി ആണ് സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. അതായത് ഒരു മെസ്സേജിന് n നമ്പർ ഓഫ് പാക്കറ്റുകൾ അല്ലെങ്കിൽ ഡാറ്റാഗ്രാമുകൾ ഉണ്ടായിരിക്കാം. ഈ ഓരോ പാക്കറ്റുകളും സ്വതന്ത്രമായി ആണ് സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് ട്രാവൽ ചെയ്യുന്നത് എന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, എല്ലാ പാക്കറ്റുകളും ഒരേ റൂട്ടിലൂടെ സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് എത്തണം എന്ന് നിർബന്ധമില്ല. പല പാക്കറ്റുകളും പല വഴിയിലൂടെ അല്ലെങ്കിൽ റൂട്ടിലൂടെ ആയിരിക്കും സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരുന്നത്. ആയതിനാൽ തന്നെ ഓരോ പാക്കറ്റിന്റെയും ഹെഡറിൽ പ്രത്യേകം സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും കൃത്യമായി തന്നെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവണം. കാരണം ഡാറ്റാഗ്രാം ഓരോ നോഡുകളിൽ എത്തുമ്പോഴും ആ നോഡാണ് തീരുമാനിക്കുന്നത് ഏത് വഴിയിലൂടെയാണ് ഈ ഇൻഫർമേഷനെ അല്ലെങ്കിൽ ഡാറ്റാഗ്രാമിനെ ആ നോഡിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് എന്ന്. അത് ആ നോഡിന്റെ അപ്പോഴത്തെ റൂട്ടിംഗ് ടേബിളിലെ സാഹചര്യം അനുസരിച്ചായിരിക്കും ആ തീരുമാനം കൈക്കൊള്ളുന്നത്. ആയതിനാൽ തന്നെ ഓരോ ഡാറ്റാഗ്രാമുകളും ഇന്റർമീഡിയറ്റ് നോഡുകളിൽ എത്തുമ്പോൾ ആ നോഡിന് മനസ്സിലാക്കുവാൻ സാധിക്കണം ഈ പാക്കറ്റ് അല്ലെങ്കിൽ ഡാറ്റാഗ്രാം എവിടേക്കാണ് സെൻഡ് ചെയ്യേണ്ടത് എന്ന്. അതുപോലെ തന്നെ എവിടെ നിന്നാണ് ഈ ഡാറ്റാഗ്രാം പുറപ്പെട്ടിരിക്കുന്നത്, അതായത് സോഴ്സിനെയും ഡെസ്റ്റിനേഷനെയും കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ ഓരോ ഇന്റർമീഡിയറ്റ് നോഡുകൾക്കും സാധിക്കണം എന്ന് സാരം. അതുകൊണ്ടാണ് ഓരോ ഡാറ്റാഗ്രാമിലും പ്രത്യേകം സോഴ്സും ഡെസ്റ്റിനേഷനും മെൻഷൻ ചെയ്യണം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് അയക്കുന്ന പാക്കറ്റുകൾ എല്ലാം അതേ ക്രമത്തിൽ തന്നെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അതായത് സീക്വൻസ് ഓർഡർ വ്യത്യാസമുണ്ടാവും എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ, ആദ്യം അയച്ച പാക്കറ്റ് ആദ്യവും, രണ്ടാമത് അയച്ചത് രണ്ടാമതും, മൂന്നാമത് അയച്ചത് മൂന്നാമതും ആയിരിക്കില്ല ഒരുപക്ഷെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്നത്. ആദ്യം അയച്ചത് ഒരുപക്ഷെ അവസാനമോ, രണ്ടാമത് അയച്ചത് ആദ്യമോ, അവസാനം അയച്ചത് നടുവിലോ, ഇങ്ങനെ മിക്സ് ആയി വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇവിടെ അർത്ഥമാക്കിയത്. കണക്ഷൻലെസ് സർവീസിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അയച്ച എല്ലാ പാക്കറ്റുകളും ഡെസ്റ്റിനേഷനിൽ എത്തിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പലപ്പോഴും ഇതിന്റെ ഒരു പൊതു ക്യാരക്ടറിസ്റ്റിക്സ് ആയി പറയുന്നത് കണക്ഷൻലെസ് സർവീസുകൾ നോൺ റിലയബിൾ ആണ് എന്നാണ്. അടുത്തതായി പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്കിൽ എങ്ങനെയാണ് ഒരു കണക്ഷൻലെസ് സർവീസ് ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിലൂടെയുള്ള ഡാറ്റ കൈമാറ്റത്തിന് പാക്കറ്റ് സ്വിച്ചിങ് ആണ് പ്രയോജനപ്പെടുത്താറുള്ളത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കാരണം മറ്റുള്ള രണ്ട് സ്വിച്ചിങ് മെത്തേഡുകളും, അതായത് മെസ്സേജ് സ്വിച്ചിങ്ങും സർക്യൂട്ട് സ്വിച്ചിങ്ങും ഇവിടെ പ്രയോജനപ്പെടുത്താറില്ല. പകരം പ്രയോജനപ്പെടുത്തുന്നത് പാക്കറ്റ് സ്വിച്ചിങ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്ന് ഇതിനെ വിശേഷിപ്പിച്ചത്. സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്കാണ് ഡാറ്റാഗ്രാമിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സൂചിപ്പിച്ചുവല്ലോ, ഒരു പാക്കറ്റ് സ്വിച്ച്ഡ്
നെറ്റ്വർക്ക് ആണ് ഇൻഫർമേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യുവാൻ ഉപയോഗിക്കുന്നത് എന്ന്. അതായത് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന നെറ്റ്വർക്കിലൂടെ ഡാറ്റ ട്രാൻസ്മിഷന് ഉപയോഗിക്കുന്ന സ്വിച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് പാക്കറ്റ് സ്വിച്ചിങ് ആണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന സർവീസ് എന്ന് പറയുന്നത് കണക്ഷൻലെസ്സുമാണ്. സോഴ്സും ഡെസ്റ്റിനേഷനും ലേയേർഡ് പ്രോട്ടോക്കോളുകളാണ് ഉപയോഗിക്കുന്നത്. ISO/ISA റഫറൻസ് മോഡൽ, TCP/IP റഫറൻസ് മോഡൽ എന്നിവയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എന്താണ് ലേയേർഡ് പ്രോട്ടോകോൾ എന്ന് പറയുകയുണ്ടായി. ഇവയിൽ സോഴ്സിലെ നെറ്റ്വർക്ക് ലെയർ മുകളിൽ നിന്നും ലഭിക്കുന്ന ഡാറ്റയെ പാക്കറ്റുകളാക്കി ഡാറ്റ ട്രാൻസ്മിഷന് തുടക്കമിടുകയും ഡെസ്റ്റിനേഷൻ എൻഡിൽ അതിനെ സ്വീകരിക്കുകയും അപ്പർ ലെയറിന് കൈമാറുകയും ആണ് സാധാരണയായി ചെയ്യാറുള്ളത്. ഇനി സോഴ്സ് ഒരു മെസ്സേജിനെ ക്രിയേറ്റ് ചെയ്താൽ ഒരു മെസ്സേജിനെ മൊത്തമായി ഒറ്റയടിക്ക് സെൻഡ് ചെയ്യുകയല്ല ചെയ്യുന്നത് എന്ന് ലേയേർഡ് പ്രോട്ടോകോൾ ഡിസ്കസ് ചെയ്തപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിനെ പല സെഗ്മെന്റുകളാക്കി അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കി വിഭജിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ സെഗ്മെന്റിനും സീക്വൻസ് നമ്പർ നൽകുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം 1, 2, 3, 4. അതായത് ആ മെസ്സേജിനെ 4 സെഗ്മെന്റുകളാക്കി തിരിക്കുകയും ഓരോ സെഗ്മെന്റിനും സീക്വൻസ് നമ്പർ നൽകുകയുമാണ് ചെയ്യുന്നത്. സീക്വൻസ് ഓർഡർ നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രമത്തിലായിരിക്കും സീക്വൻസ് നമ്പർ നൽകുന്നത്. 1 കഴിഞ്ഞാൽ 2, അത് കഴിഞ്ഞാൽ 3. ചിലപ്പോൾ 5-ലാണ് തുടങ്ങുന്നതെങ്കിൽ 5 കഴിഞ്ഞാൽ 6, 6 കഴിഞ്ഞാൽ 7 എന്നിങ്ങനെ ക്രമത്തിലായിരിക്കും സീക്വൻസ് നമ്പർ കൊടുത്തിട്ടുണ്ടാകുക. ഒരിക്കലും 1-ൽ നിന്ന് തന്നെ തുടങ്ങണം എന്ന് നിർബന്ധമില്ല. തുടങ്ങുന്നത് ഏത് നമ്പറിൽ നിന്നായാലും അത് കണ്ടിന്യൂസ് ആയിരിക്കണം നമ്പറിംഗ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഈ സീക്വൻസ് നമ്പർ ഉപയോഗിച്ചാണ് എല്ലാ പാക്കറ്റുകളും ഡെസ്റ്റിനേഷനിൽ എത്തിയോ എന്നും ഏതെല്ലാം പാക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത് എന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കണക്ഷൻലെസ് സർവീസിൽ അയക്കുന്ന എല്ലാ പാക്കറ്റുകളും ഡെസ്റ്റിനേഷനിൽ എത്തിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആയതിനാൽ തന്നെ ഏതെല്ലാം പാക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത് എന്ന് മനസ്സിലാക്കുവാനും കൂടി സീക്വൻസ് നമ്പറിനെ പ്രയോജനപ്പെടുത്താറുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ 4 പാക്കറ്റുകളാണ് എന്ന് സൂചിപ്പിച്ചുവല്ലോ. 1, 2, 4 ഡെസ്റ്റിനേഷനിൽ എത്തി എന്ന് വിചാരിക്കുക. 1ഉം 2ഉം കഴിഞ്ഞ് വരേണ്ടത് 3ആണ്. 3 വരാതെയാണ് 4 വന്നിരിക്കുന്നത്. ആയതിനാൽ ഡെസ്റ്റിനേഷന് വളരെ എളുപ്പം തന്നെ മനസ്സിലാക്കാവുന്നതാണ് മൂന്നാമത്തെ പാക്കറ്റ് വന്നിട്ടില്ല എന്ന്. അതുപോലെ തന്നെയാണ് റീഅസംബിൾ ചെയ്യുമ്പോഴും സീക്വൻസ് ഓർഡർ വളരെ നിർബന്ധമാണ്. റീഅസംബിൾ ചെയ്യുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് പാക്കറ്റുകളെ തിരിച്ച് ഒറിജിനൽ മെസ്സേജ് ആക്കുമ്പോൾ ഏത് സീക്വൻസ് നമ്പറിലാണ് അറേഞ്ച് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുവാനും കൂടിയാണ് സീക്വൻസ് നമ്പറുകളെ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പൊ ഇത്രയും ഉപയോഗം സീക്വൻസ് നമ്പറിന് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി സോഴ്സ് ഓരോ ഡാറ്റാഗ്രാമിനെയും, അതായത് സീക്വൻസ് നമ്പർ ഇട്ട ഓരോ ഡാറ്റാഗ്രാമിനെയും സോഴ്സിൽ നിന്നും അതിന്റെ തൊട്ടടുത്തുള്ള റൂട്ടറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇവിടെ നോക്കിയാൽ കാണാം, ആദ്യത്തെ പാക്കറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തു, രണ്ടാമത്തെ പാക്കറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, മൂന്നാമത്തെ ട്രാൻസ്മിറ്റ് ചെയ്തു, നാലാമത്തെ പാക്കറ്റും ട്രാൻസ്മിറ്റ് ചെയ്യുകയുണ്ടായി. ഇനി ഈ റൂട്ടറിലെത്തിയ പാക്കറ്റുകളെ അതിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ റൂട്ടർ ട്രാൻസ്മിഷൻ തുടങ്ങുകയും പല റൂട്ടിലൂടെയാണ് ഡാറ്റാഗ്രാമിനെ സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ഇതാണ് ഓരോ പാക്കറ്റുകളും ഇൻഡിപെൻഡന്റ് ആയി ആണ് സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് സഞ്ചരിക്കുന്നത് എന്ന് നേരത്തെ സൂചിപ്പിച്ചത്. അങ്ങനെ അയക്കുന്ന എല്ലാ ഡാറ്റാഗ്രാമുകളും ഒരിക്കലും ഡെസ്റ്റിനേഷനിൽ എത്തണം എന്ന് നിർബന്ധവുമില്ല. അതുപോലെ തന്നെയാണ് എല്ലാ ഡാറ്റാഗ്രാമുകളും സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് എത്തുവാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നതും വിഭിന്നമാണ്. അതായത് തുല്യമായിരിക്കില്ല. അത് സഞ്ചരിച്ചു വരുന്ന റൂട്ടിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിയും മറിഞ്ഞും വരാം. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ കാണാം, എല്ലാ ഡാറ്റാഗ്രാമുകളും അയക്കുന്ന ക്രമത്തിലല്ല ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന്. ഇനി ഈ ഡാറ്റാഗ്രാമുകളെ നെറ്റ്വർക്ക് ലെയറിന് കൈമാറുകയും നെറ്റ്വർക്ക് ലെയർ അതിനെ തിരിച്ച് തൊട്ടുമുകളിലുള്ള ട്രാൻസ്പോർട്ട് ലെയറിനും അതിലൂടെ അത് ആപ്ലിക്കേഷൻ ലെയറിൽ എത്തുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കണക്ഷൻലെസ് സർവീസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അടുത്തതായി, എങ്ങനെയാണ് ഒരു റൂട്ടറിൽ എത്തിയ പാക്കറ്റ് അതിന്റെ തൊട്ടടുത്തുള്ള പിയറിലേക്ക് കണക്ഷൻലെസ് സർവീസ് ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. ഈ കാണിച്ചിരിക്കുന്നത് ഒരു റൂട്ടറാണ് എന്നും അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഓരോ ലൈനുകളും അതിന്റെ തന്നെ ഇന്റർഫേസുകളാണ് എന്നും സങ്കല്പിക്കുക. ഈ ഇന്റർഫേസുകളിലൂടെയാണ് റൂട്ടർ അതിന്റെ തൊട്ടടുത്തുള്ള പിയറുമായി ബന്ധപ്പെടുന്നതും അതുപോലെ തന്നെ ഇൻഫർമേഷൻ സ്വീകരിക്കുന്നതും സെൻഡ് ചെയ്യുന്നതും. ഓരോ റൂട്ടറിനും
ഒരു റൂട്ടിംഗ് ടേബിൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ഒരു റൂട്ടിംഗ് ടേബിൾ ആണ് എന്ന് സങ്കല്പിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ഡെസ്റ്റിനേഷൻ അഡ്രസ്സും രണ്ടാമത്തേതായി ഔട്ട്പുട്ട് ഇന്റർഫേസുകളും. ഡെസ്റ്റിനേഷൻ അഡ്രസ്സായി IP തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇവിടെ കുറച്ച് എളുപ്പത്തിന് വേണ്ടി AB അപ് ടു N എന്ന് എടുത്തു എന്ന് മാത്രം. ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് എയിലേക്ക് ഒരു ഡാറ്റാഗ്രാം സെൻഡ് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ ഇന്റർഫേസ് ആണ് ഉപയോഗിക്കേണ്ടത്. ബിയിലേക്ക് ഒരു ഇൻഫർമേഷൻ സെൻഡ് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ ഇന്റർഫേസും എന്നിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് എങ്കിൽ nth ഇന്റർഫേസുമാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ ഒരു ഡാറ്റാഗ്രാം എടുക്കാം. ഡാറ്റാഗ്രാമിൽ സോഴ്സും ഡെസ്റ്റിനേഷനും കൃത്യമായി തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 1 എന്ന ഇന്റർഫേസിലൂടെ റൂട്ടറിൽ എത്തുകയും റൂട്ടറിന്റെ റൂട്ടിംഗ് ടേബിളുമായി മാച്ച് ചെയ്യുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് 3യുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പിയറിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് എങ്കിൽ അത് അതിന്റെ 3 എന്ന ഇന്റർഫേസിലൂടെ ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റൊരു ഉദാഹരണം എടുത്താൽ വീണ്ടും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, റൂട്ടറിൽ എത്തുന്നു. N എന്ന ഇന്റർഫേസുമായി കണക്ട് ചെയ്ത ഹോസ്റ്റിലേക്കാണ് അല്ലെങ്കിൽ നിയറസ്റ്റ് നൈബറിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് എങ്കിൽ സ്വാഭാവികമായും nth ഇന്റർഫേസ് ആണ് റൂട്ടിംഗ് ടേബിൾ പ്രകാരം ട്രാൻസ്മിറ്റ് ചെയ്യുവാൻ തിരഞ്ഞെടുക്കുന്നത്. ആ ഇന്റർഫേസിലൂടെ ഡാറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് റൂട്ടർ ഒരു ഡാറ്റാഗ്രാമിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അടുത്തതായി ഡിലേ ഇൻ കണക്ഷൻലെസ് നെറ്റ്വർക്ക്. ഒരു ഡാറ്റാഗ്രാം സെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നും അവ സെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നോഡുകൾക്കിടയിലെ ഡിലേ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നും അതുപോലെ തന്നെ ടോട്ടൽ ഡിലേ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുമാണ് ഇനി ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് ഒരു നെറ്റ്വർക്ക് ആണ് എന്ന് സങ്കല്പിക്കുക. ലെഫ്റ്റിൽ കാണിച്ചിരിക്കുന്നത് സോഴ്സും റൈറ്റിൽ കാണിച്ചിരിക്കുന്നത് ഡെസ്റ്റിനേഷനുമാണ് എന്നും സങ്കല്പിക്കുക. നടുവിൽ കാണിച്ചിരിക്കുന്ന X മാർക്ക് ചെയ്തതെല്ലാം റൂട്ടേഴ്സ് ആണ് എന്നും സങ്കല്പിക്കുക. സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യുന്ന എല്ലാ ഡാറ്റാഗ്രാമുകളും ഈ റൂട്ടറുകളിലൂടെയാണ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത് എന്നും അനുമാനിക്കുക. അതുപോലെ തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്ന ഓരോ ലൈനും ഈ ഡിവൈസുകളിൽ നിന്നും സെൻഡ് ചെയ്യുവാൻ എടുക്കുന്ന സമയത്തെയാണ് കുറിക്കുന്നത് എന്നും കരുതുക. ഇനി സോഴ്സിൽ നിന്നും പാക്കറ്റ് അടുത്ത നോഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. നോക്കിയാൽ മനസ്സിലാകും, സോഴ്സ് സെൻഡ് ചെയ്ത അതേ സമയത്തല്ല അടുത്ത നോഡിലേക്ക് ഇൻഫർമേഷൻ റീച്ച് ആയിരിക്കുന്നത്. പകരം അതിന് ഇടയ്ക്ക് അല്പം ഡിലേ ഉണ്ടായിരുന്നു. ഇതിനെയാണ് നമ്മൾ ഓരോ നോഡുകൾക്കിടയിലുള്ള ട്രാൻസ്മിഷൻ ടൈം എന്ന് വിളിക്കുന്നത്. ഇനി അവിടെ നിന്നും അടുത്ത നോഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയ വെയിറ്റിംഗ് ടൈം കൂടിയുണ്ട്. അതായത് റിസീവ് ചെയ്ത് കഴിഞ്ഞ് മുഴുവൻ ഡാറ്റാഗ്രാമിന്റെ ഇൻഫർമേഷനും റിസീവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത നോഡിലേക്ക് സെൻഡ് ചെയ്യുന്നതിന്റെ ഇടയ്ക്കുള്ള സമയത്തെയാണ് വെയിറ്റിംഗ് ടൈം എന്ന് ഇവിടെ വിശേഷിപ്പിച്ചത്. അത് ചിത്രത്തിൽ വ്യക്തമായി തന്നെ കാണാവുന്നതുമാണ്. അവിടെ നിന്ന് അടുത്ത നോഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴും അയക്കുന്ന അതേ സമയത്തല്ല അതിന്റെ തൊട്ടടുത്ത റൂട്ടറിൽ എത്തിയിരിക്കുന്നത്. ചെറിയ ഡിലേ ഉണ്ട്. ഈ റൂട്ടറിൽ നിന്നും അടുത്ത റൂട്ടറിലേക്ക് ഡാറ്റാഗ്രാം മുഴുവനായി എത്തുവാൻ എടുക്കുന്ന സമയത്തെയാണ് ഇവിടെ ട്രാൻസ്മിഷൻ ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ റൂട്ടറിന്റെ അടുത്ത നോഡാണ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ വെയിറ്റിംഗ് ടൈം ഉണ്ട്. വെയിറ്റിംഗ് ടൈമിന് ശേഷം ഡാറ്റാഗ്രാമിനെ ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴും അയക്കുന്ന അതേ സമയത്തല്ല ഡാറ്റാഗ്രാം ഡെസ്റ്റിനേഷനിൽ എത്തുന്നത്. ഇവിടെയും ചെറിയ ഡിലേ ഉണ്ട്. ഇനി ആകെ മൊത്തം സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റാഗ്രാം എത്തിച്ചേരുവാൻ എടുത്ത സമയത്തെയാണ് ടോട്ടൽ ഡിലേ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഡിലേ കണക്ഷൻലെസ് നെറ്റ്വർക്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയുന്നു, ഒരു നോഡിൽ നിന്നും മറ്റൊരു നോഡിലേക്ക് ഡാറ്റാഗ്രാം ട്രാൻസ്മിറ്റ് ചെയ്യുവാൻ എടുക്കുന്ന മുഴുവൻ സമയത്തെയുമാണ് അവയ്ക്കിടയിലെ ട്രാൻസ്മിഷൻ ടൈം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് വെയിറ്റിംഗ് ടൈം ആണ്. ഒരു നോഡിൽ എത്തിയ ഡാറ്റാഗ്രാമിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ എടുക്കുന്ന ചെറിയ ഒരു ഇന്റർവെലിനെയാണ് വെയിറ്റിംഗ് ടൈം എന്ന് ഇവിടെ വിശേഷിപ്പിച്ചത്. മൂന്നാമതായി ടോട്ടൽ ഡിലേ എന്ന് പറയുന്നത് സോഴ്സിൽ നിന്നും പാക്കറ്റ് അല്ലെങ്കിൽ ഡാറ്റാഗ്രാം ഡെസ്റ്റിനേഷനിലേക്ക് എത്തുവാൻ എടുക്കുന്ന സമയത്തെയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്.